ഹായ്, ഞാൻ ദിലീപ്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുവനന്തപുരത്ത് നിന്നും വളരെ അടുത്തുള്ള ബ്രൈമൂറിലേക്കാണ്. വെറും 45 കിലോമീറ്ററാണ് ട്രിവാൻഡ്രത്ത് നിന്നും ബ്രൈമൂറിലേക്കുള്ളത്. തിരുവനന്തപുരത്തിൻ്റെ നഗര കാഴ്ചകളിൽ നിന്നും വ്യത്യസ്തമായി ഗ്രാമീണ കാഴ്ചകൾ ആസ്വദിച്ച് ബ്രൈമൂറിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് ബ്രൈമൂറിലെ കാഴ്ചകളൊന്ന് കണ്ടു നോക്കിയാലോ. തിരുവനന്തപുരത്ത് നിന്നും യാത്ര തിരിച്ച് 1 മണിക്കൂർ കഴിയുമ്പോൾ പാലോട് ജംഗ്ഷനിൽ എത്തിച്ചേരും. പാലോട് ജംഗ്ഷനിൽ നിന്നും റൈറ്റിലേക്ക് തിരിഞ്ഞ് നേരെ പെരിങ്ങമല റോഡിലേക്ക് യാത്ര ചെയ്യുക. പാലോട് ജംഗ്ഷൻ ഇതാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും റോഡ് തിരിയും. നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത്. തിരുവനന്തപുരത്ത് നിന്നും 34 കിലോമീറ്ററാണ് പാലോടത്തേക്കുള്ളത്. പാലോട് നിന്നും ഇനി 11 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ ബ്രൈമൂർ മങ്കയം എത്തിച്ചേരും. ഇനി അടുത്ത ഒരു വലിയ ജംഗ്ഷൻ പെരിങ്ങമലയാണ്. നമുക്ക് യാത്ര തുടരാം. പെരിങ്ങമല ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായിട്ട് റൈറ്റിലേക്ക് കാണുന്ന ആ റോഡ് വഴി പോയി കഴിഞ്ഞാൽ നേരെ ഇക്ബാൽ കോളേജിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് പെരിങ്ങമല ജംഗ്ഷനിൽ എത്തിച്ചേർന്നു. കുരുമുളക്, കാപ്പി, റബ്ബർ എന്നിവയുടെ ഒരു വലിയ മലഞ്ചരക്ക് മാർക്കറ്റ് ഇവിടെയുണ്ട്. ഈ വലതുവശത്ത് കാണുന്നതാണ് മലഞ്ചരക്ക് മാർക്കറ്റ്. ഇവിടെ നിന്നും അടുത്ത് ഇനി നമ്മൾ നേരെ ബ്രൈമൂറിലേക്ക്. പൊന്മുടി മലയുടെ മറ്റൊരു സൈഡാണ് ബ്രൈമൂർ. പോകുന്ന വഴിയിൽ നമുക്ക് ഒരുപാട് പ്രകൃതി രമണീയമായ കാഴ്ചകൾ കാണാവുന്നതാണ്. പോകുന്ന വഴിയിൽ പലതരത്തിലുള്ള പക്ഷികളും ചെടികളും പൂക്കളും നമുക്ക് കാണാവുന്നതാണ്. കണ്ണിന് നല്ല കുളിർമയും മനസ്സിന് നല്ല ആശ്വാസവും നൽകുന്നതായിരിക്കും ഈ യാത്ര. അടുത്ത് ഈ കാണുന്ന ജംഗ്ഷനിൽ നിന്നും റോഡ് രണ്ടായിട്ട് തിരിയും. ഇടത്തേക്കും വലത്തേക്കും. വലത്തേക്ക് പൊന്മുടി വിതുര ഭാഗങ്ങളിലേക്ക് പോകാം. നമുക്ക് ഇടത്തേക്കാണ് പോവേണ്ടത്, ബ്രൈമൂറിലേക്ക്. പോകുന്ന വഴിക്ക് ഈ കാണുന്ന കുറച്ച് ഭാഗങ്ങളിൽ കാടായിട്ടുള്ള പ്രദേശങ്ങളാണ്. കാട്ടുപന്നി, കാട്ടുപോത്ത് എന്നിവയുടെ ആക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും യാത്ര ചെയ്യുക. മങ്കയം എക്കോ ടൂറിസത്തിൽ അതിമനോഹരമായ വാട്ടർഫാൾസ് ഉണ്ട്. പക്ഷേ ഇവിടെ ഇറങ്ങുന്നവർ വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങാനുള്ളത്. ഇവിടെയുള്ള വെള്ളച്ചാട്ടം വളരെ മനോഹരവും വളരെ അപകടകരവുമാണ്. നിങ്ങളിവിടെ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവിടെയുള്ള ലൈഫ് ഗാർഡിന്റെ നിർദ്ദേശാനുസരണം മാത്രം, അവർ പറയുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇറങ്ങുക. അങ്ങനെ നമ്മളിപ്പോൾ മനോഹരമായ ബ്രൈമൂറിലുള്ള മങ്കയം എക്കോ ടൂറിസത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞങ്ങളിവിടെ എത്തിയപ്പോൾ മഴ ഇന്നലെ അതിശക്തമായി രാത്രി പെയ്തതിനാൽ അകത്തോട്ട് വെള്ളച്ചാട്ടത്തിലേക്ക് ആരെയും കടത്തിവിടുന്നില്ല എന്നാണ് ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അത് ഫോറസ്റ്റിന്റെ നിർദ്ദേശാനുസരണമാണ് അവരത് അടച്ചിടുന്നത്. പക്ഷേ ഇത് മുൻകൂട്ടി അറിയുന്നതിനുള്ള ഒരു മാർഗവും നമുക്കില്ല. ഫോൺ ചെയ്ത് ചോദിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷെ അവിടെ പോയി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് മാത്രമാണ് ഒരു വലിയ ബുദ്ധിമുട്ടായി തോന്നുന്നത്. പക്ഷെ എന്നാലും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. പൊന്മുടിയിലേക്കുള്ള വഴിയാണ് അടച്ചിടുന്നതെങ്കിൽ അത് പത്രത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ അറിയാനായിട്ട് യാതൊരു മാർഗവുമില്ല. ഇവിടെ വന്ന് തന്നെ അറിയാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ വരുമ്പോൾ മഴയില്ലാത്തതൊരു ദിവസം തിരഞ്ഞെടുത്ത് ഇവിടെ വരിക. ഒരു ദിവസം നന്നായിട്ട് ആസ്വദിച്ച് മടങ്ങിപ്പോകാം.
ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.